IT സെഗ്മെന്റിൽ ബ്രോക്കറേജ് തിരഞ്ഞെടുക്കുന്ന ഓഹരികൾ പരിചയപ്പെടാം. റിസർച്ച് ഡെസ്കിൽ നിന്ന് ജസ്നി ഹന ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് നോക്കാം. കോവിഡ് കാലത്തിൽ എല്ലാം ഓൺലൈനായിട്ട് മാറിയപ്പോൾ ശുക്രദശ തെളിഞ്ഞത് IT കമ്പനികൾക്കായിരുന്നു. വിപണിയിൽ ഓഹരികളും ടെക്നോളജിയേക്കാൾ വേഗത്തിൽ കുതിച്ചു. ഈ ടെക്നോളജി കുതിപ്പിന് ആന്റിവൈറസ് ആയത് US, യൂറോപ്യൻ വിപണികളിലെ മാന്ദ്യഭീഷണിയും പിന്നീട് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ രംഗത്തെ വെല്ലുവിളികളുമായിരുന്നു. എന്നാൽ നിഫ്റ്റി IT സൂചിക കഴിഞ്ഞ 3 മാസ കാലയളവിൽ 20% മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. TCS, HCL ടെക്, കൊഫോർജ് തുടങ്ങിയ ഏതാനും ചില കമ്പനികൾ സർവകാല നേട്ടത്തിനരികെയുമാണ്. കഴിഞ്ഞ പാദങ്ങളിൽ മാനേജ്മെന്റ് പ്രകടമാക്കിയ പ്രതികൂല കമന്ററികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്നാം പാദത്തിലെ പോസിറ്റീവ് കമന്റുകൾ ആശാവഹമാണ്. മൂന്നാം പാദ ഫലങ്ങൾ വിലയിരുത്തി വിദഗ്ധർ 3 IT ഓഹരികളെ പരിഗണിക്കുന്നു. മൂന്നാം പാദത്തിലെ പ്രതീക്ഷകൾ നോക്കിയാൽ 2025 സാമ്പത്തിക വർഷം മുതൽ ഡിമാൻഡിൽ ഉയർച്ച കണ്ടു തുടങ്ങുമെന്ന് ഭൂരിഭാഗം മാനേജ്മെന്റുകളും വിലയിരുത്തുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ ഡീൽ ഇടപാടുകൾ വർദ്ധിക്കും എന്നാണ് കണക്കുകൂട്ടൽ. ഓട്ടോമേഷൻ ചെലവുകളിൽ കാലതാമസം ഉണ്ടായിട്ടും ഡീൽ വിജയങ്ങൾ ഈ പാദത്തിൽ ശക്തമായി തുടർന്നു. പല ഇന്ത്യൻ സേവന കമ്പനികളും ജനറേറ്റീവ് AI, IoT, മെഷീൻ ലേണിംഗ് തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകൾക്കായുള്ള ഡിമാൻഡ് കാണുന്നുണ്ട്. സപ്ലൈ സൈഡ് പരിമിതികളും ആശ്വാസകരമായി മാറി തുടങ്ങുന്നതിനാൽ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കും കുറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക പ്രകടനം വിലയിരുത്തുമ്പോൾ അമേരിക്കയേക്കാൾ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ യൂറോപ്പിന് സാധിച്ചു. കൂടാതെ പരമ്പരാഗത IT സേവനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സേവനങ്ങൾ ശക്തമായി നിലനിന്നു. മാനുഫാക്ചറിംഗ്, റീറ്റെയിൽ വിഭാഗങ്ങൾ ശക്തമായ വളർച്ച നൽകിയെന്ന് തന്നെ പറയാം. ഇനി സമീപകാല വെല്ലുവിളികൾ ദീർഘകാല വീക്ഷണത്തെ ബാധിക്കുന്നില്ല എന്ന് പറയാം. 2022-2023 സാമ്പത്തിക വർഷങ്ങളിലെ ശക്തമായ വരുമാന വളർച്ചയ്ക്ക് ശേഷം IT കമ്പനികൾ ഡിമാൻഡിലും മാർജിൻ മേഖലയിലും വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് വിശ്വസിക്കുന്നു. മാന്ദ്യവും മാക്രോ ഇക്കണോമിക് അനിശ്ചിതത്വവും കാരണങ്ങളായിട്ട് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. ഒപ്പം നോർത്ത് അമേരിക്കൻ ഡിമാൻഡ് ഉയർന്നു വരാത്തതിനാൽ തന്നെ സമീപകാല മുന്നേറ്റത്തിൽ സന്ദേഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ IT കമ്പനികളുടെ വരുമാനത്തിന്റെ 40% കടന്നുവരുന്നത് നോർത്ത് അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ്. എന്നിരുന്നാലും സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കലിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ദീർഘകാല വീക്ഷണം ശക്തമായി തുടരുന്നു. വീണ്ടെടുക്കൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ആരംഭിക്കുമെന്നും 2025 സാമ്പത്തിക വർഷം ശക്തമായ വരുമാന വളർച്ച കാണിക്കുമെന്നും ആക്സിസ് സെക്യൂരിറ്റീസ് കൂട്ടിച്ചേർക്കുന്നു. US കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ ദ്രുതഗതിയിലുള്ള വീണ്ടെടുക്കലിന് IT കമ്പനികൾ സാക്ഷ്യം വഹിക്കും. ബാങ്കിംഗ് പ്രതിസന്ധി കുറഞ്ഞു വരികയാണെങ്കിൽ ഓട്ടോമേഷൻ ചിലവുകൾ കമ്പനികൾ ഉയർത്താനും ഇത് BFSI മേഖലയിൽ നിന്നുള്ള വരുമാന വർധനവിന് സഹായകമാവുകയും ചെയ്യും. ഇനി നിക്ഷേപകർക്ക് പരിഗണിക്കാവുന്ന 3 IT ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് കൊഫോർജ് ആണ്. ഇൻഷുറൻസ്, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സേവനങ്ങൾ, ഹെൽത്ത് കെയർ എന്നീ മേഖലകളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മൂന്നാം പാദത്തിലെ മൊത്തം കരാർ മൂല്യം ഉയർന്നതിനോടൊപ്പം BFSI, ട്രാവൽ വിഭാഗങ്ങളിൽ ഓരോന്നിലും $354 മില്യൺ ഡീല് വിജയങ്ങൾ കരസ്ഥമാക്കുകയും കമ്പനി ചെയ്തിരുന്നു. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട് വിഭാഗങ്ങൾ യഥാക്രമം 3.4%, 4%, 3% മുന്നേറ്റം പാദാടിസ്ഥാനത്തിൽ നേടിയിരുന്നു. മറ്റു പ്രധാന വെർട്ടിക്കലുകളും സമാന കാലയളവിൽ 1% വളർച്ച കൈവരിച്ചു. മീഡിയം ടേം അടിസ്ഥാനത്തിൽ ഡിമാൻഡ് സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്ന് ബ്രോക്കറേജ് കരുതുന്നു. സമീപകാലത്തിലും ശക്തമായ ഡീൽ പൈപ്പ് ലൈനിന്റെ പിന്തുണയോടെ കൂടുതൽ വളർച്ച റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓഹരികൾ നിലവിൽ ഉയർന്നാണ് വ്യാപാരം നടത്തുന്നത്. കൊഫോർജിന്റെ സർവകാല നേട്ടം 6847 രൂപയാണ്. എന്നിരുന്നാലും സമീപ ഭാവിയിലെ കമ്പനിയുടെ വളർച്ചയിൽ ആക്സിസ് സെക്യൂരിറ്റീസ് ആത്മവിശ്വാസം പുലർത്തുന്നു. ഇടിവുകൾ ബൈയിങ് അവസരങ്ങളായി കണക്കാക്കാൻ ആക്സിസ് നിർദ്ദേശിക്കുന്നു. ഓഹരി ഒന്നിന് 6905 രൂപയാണ് ടാർഗറ്റായിട്ട് നൽകിയിരിക്കുന്നത്. രണ്ടാമത് പെർസിസ്റ്റൻസ് സിസ്റ്റംസ്. വെല്ലുവിളി നിറഞ്ഞ കാലയളവിലും പെർസിസ്റ്റൻസ് സിസ്റ്റംസ് ശക്തമായ വളർച്ച റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്നുവെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. $521 മില്യൺ ഡീൽ വിജയങ്ങളോടെ മൊത്തം കരാർ മൂല്യം ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. മുൻപാദങ്ങളിൽ നേടിയ ഡീലുകളുടെ പിന്തുണ ഇടക്കാല ഡിമാൻഡിന്റെ ആക്കം കൂട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് മാനേജ്മെന്റ്. മാർജിൻ ഫ്രണ്ടിലും പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. BFSI, ഫാർമ, ടെക് എന്നീ വിഭാഗങ്ങൾ യഥാക്രമം 1%, 4%, 1% വളർച്ചയാണ് പാദാടിസ്ഥാനത്തിൽ നൽകിയത്. ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളുമായിട്ടുള്ള ഒരു ദീർഘകാല കരാറുകൾ കണക്കിലെടുത്ത് മികച്ച വളർച്ച കൈവരിക്കുന്നതിന് പെർസിസ്റ്റന്റിന് സാധ്യമാകുമെന്ന് ബ്രോക്കറേജ് വിശ്വസിക്കുന്നു. ദൃഢമായ ഡീൽ മേക്കിങ്ങും മികച്ച നിർവഹണ ശേഷിയും പിന്തുണയ്ക്കുന്ന കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ കണക്കിലെടുത്ത് ഓഹരിയുടെ മൂല്യനിർണ്ണയം ഉയർത്തിയിട്ടുണ്ട്. ഓഹരികൾക്ക് ബൈ റേറ്റിംഗ് നൽകിക്കൊണ്ട് 9570 രൂപ ടാർഗറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് KPIT ടെക്.
പരമ്പരാഗത രീതികളിൽ നിന്നും ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് വിനിയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതും ബന്ധപ്പെട്ട ചിലവുകളിലേക്കുള്ള വിഹിതം വർദ്ധിക്കുന്നതും KPIT ടെക്കിന് അനുകൂലമാണ്. നിർമ്മാണം, BFSI, മീഡിയ ആൻഡ് ടെക്നോളജി, റീറ്റെയിൽ, ഹെൽത്ത് കെയർ പേയേഴ്സ് ആൻഡ് പ്രൊവൈഡർമാർ, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വിഭാഗങ്ങൾ അതത് മേഖലകളിൽ തങ്ങളെ വ്യത്യസ്തമാക്കുന്നതിന് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്നതിനും അതുവഴി കമ്പനിക്ക് ശ്രദ്ധേയമായ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പാസഞ്ചർ കാർ വെർട്ടിക്കൽ 6.2% വളർച്ച പാദാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി. സേവന നിരയിൽ ഫീച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ സർവീസസ് 3.8% ഉയർച്ച സെപ്റ്റംബർ പാദത്തെ അപേക്ഷിച്ച് നൽകി. ക്ലൗഡ് അധിഷ്ഠിത കണക്റ്റഡ് സേവനങ്ങൾ 9% വളർച്ച മുൻ പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നൽകുന്നു. അതേസമയം ആർക്കിടെക്ചറും മിഡിൽവെയർ കൺസൾട്ടിംഗും 6.1% വളർച്ചാ നിരക്ക് കാണിക്കുന്നത് തുടരുന്നുണ്ട്. KPIT ടെക് ഓഹരികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരട്ടിയിലധികം നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്.